ഞാൻ അതേ എന്നിട്ട് ഇവരോട് പറഞ്ഞത് എന്നെ വേണ്ടെങ്കിൽ വേണ്ടാന്ന് മാത്രം പറയുക, ദ്രോഹിക്കരുത്. ഇങ്ങനെ പല സ്ഥലത്തും ഡിപ്പാർട്ട്മെന്റ് കൊടുത്തിട്ട് എൻ്റെ മകൻ്റെ ഭാവിയാണ് മെയിന്. മകനും ഇത് അഭിമാന പ്രശ്നമാണ്. മകനെ ഇവരൊരു ക്രിമിനലാക്കി ചുരുക്കം പറയാച്ചാൽ ഈ സമൂഹം, ഈ അമ്മയും ഈ രണ്ട് കാരണവന്മാർ, ഈ ഒരു അനിയത്തി ഭർത്താവാണ് ഇതിൻ്റെ ഏറ്റവും വലിയ റോള്. പിന്നെ ഈ അജിയനും എനിക്ക് മിസ്റ്റർ സോമസുന്ദരനായിട്ട് 2012 ജൂലൈ മാസം മുതൽക്ക് മാത്രമേ പരിചയമുള്ളൂ. എനിക്ക് അവര് ഫാമിലി ആയിട്ട് ഞാൻ ഫാമിലിയിൽ ആകെ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം കണ്ടിട്ടുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പോൾ 498 വെച്ചിട്ട് എൻ്റെ പേരും കൂടി പിന്നെ പെറ്റീഷനിലും സ്റ്റേറ്റ്മെന്റ്സിലും ഒക്കെ കൊടുത്തിട്ട് ഡൈവോഴ്സിന്റെ ജഡ്ജ്മെന്റിൽ എൻ്റെ പേരടക്കം ജഡ്ജി കോട്ട് ചെയ്തു. അതെ, ഞാൻ അമേരിക്കയിലുള്ള ടൈമിൽ ഐ വാസ് ഇൻ അമേരിക്ക ഈ കേസിന്റെ ടൈമിലൊക്കെ. ഞാൻ അതിൻ്റെ മുമ്പേ ഇയാളെ എൻ്റെ വിസ ശരിയാക്കാൻ വേണ്ടി ഇയാളെ സ്ഥാപനത്തിൽ പോയതാണ്. അപ്പോഴും മാത്രമേ ഇയാളെ കണ്ടിട്ടുള്ളൂ. അതോടുകൂടി അയാൾക്ക് എന്നോടൊന്നും വൈരാഗ്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ള എനിക്കറിയില്ല. പക്ഷെ അതിനുശേഷം പിന്നെ ഒരു നല്ലൊരു കമ്മിറ്റ്മെന്റ് ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല. സാറിന്റെ പേരെന്താണ്? രമേഷ് കുമാർ NK. സോമസുന്ദരന്റെ സ്വന്തം സ്ഥലമുണ്ടല്ലോ കോടിയേരി, തലശ്ശേരി. അതിന് തൊട്ട അയൽവാസിയാണ്. എന്താ വർക്ക് ചെയ്യുന്നത്? ഞാൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്, അതിന്റെ ഡെവലപ്മെന്റ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യാണ് കാലിക്കറ്റിൽ. അദ്ദേഹം? എൻ്റെ പേര് പവിത്രൻ. ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അസിസ്റ്റന്റ് മാനേജറായിട്ട് 10 ദിവസം മുമ്പേ റിട്ടയറായി. ഇവരുടെ സോമൻ്റെ വീട്ടിൻ്റെ വളരെ അടുത്താണ്. അപ്പോൾ എൻ്റെ ഒരു ബന്ധക്കാരുടെ അടുത്ത് നിന്നാണ് ഇവർ സ്ഥലം വാങ്ങുന്നത്. അപ്പോൾ എനിക്ക് ആ കാലം മുതൽ ഈ കുടുംബത്തുമായിട്ട് നല്ല ബന്ധമുണ്ട്, സോമൻ പരിചയപ്പെടുന്നതിന് മുമ്പേ. അപ്പോൾ ഞങ്ങൾ കുറേ പേരുണ്ടായിരുന്നു, ഒരേ പ്രായം. ഞാനാണ് പ്രായം കൂടിയ ആൾ. മറ്റുള്ള കുറേ കുട്ടികൾ, ഈ ഗീതയുടെ ഒരാങ്ങളുണ്ട് ബിജൻ. അപ്പോൾ ഞങ്ങൾ നല്ല കമ്പനിയായിരുന്നു. ഇവരുടെ റോഡിൻ്റെ റെയിൽവേയുടെ സ്ഥലത്ത് വെച്ച് ഞങ്ങൾ ഫുട്ബോളൊക്കെ കളിക്കുന്നതാണ്. അപ്പോൾ ഈ വീട്ടിൽ ഞങ്ങൾ നല്ല എല്ലാ കാര്യങ്ങളും സത്യത്തിൽ എനിക്കറിയാം. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതിൽ പല പ്രാവശ്യം ഇടപെട്ടു. ഇപ്പം അവരെനിക്ക് മജിസ്ട്രേറ്റ് എന്നാണ് പേരിട്ടിരിക്കുന്നത്, എന്നെ പരിഹരിക്കാൻ. അപ്പോൾ ഈ 10-25 വർഷത്തോളം ഇദ്ദേഹം ജോലി ചെയ്തിട്ട് പൈസ ഒക്കെ അയച്ചിട്ടുണ്ട്. അത് അയച്ചത് ഞാൻ എൻ്റെ ബാങ്കിൽ, അതായത് ഈ ഗീത ടീച്ചർ വർക്ക് ചെയ്യുന്നതിൻ്റെ അടുത്താണ് സ്റ്റേറ്റ് ബാങ്ക് ഉണ്ടായിരുന്നത്, ഒരു 1.5 കിലോമീറ്റർ. അല്ലെങ്കിൽ അത് അപ്പോൾ അവർക്കൊരു സൗകര്യമായിട്ട് അവിടുന്ന് പൈസ എടുക്കാനുള്ള സൗകര്യം കൊണ്ട് അവിടെ അക്കൗണ്ട് തുടങ്ങി. അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ ഉള്ള വീട്ടിൽ നിന്ന് വടകര 5 കിലോമീറ്റർ പോകണം. അപ്പോൾ ഇദ്ദേഹം എല്ലാ ഡ്രാഫ്റ്റുകളും അയക്കുന്നത് ഗീതയുടെ പേരിൽ അയക്കും. ചെക്കാട് ബ്രാഞ്ചിൽ നിന്ന് പേയ്മെൻ്റ് ആവുന്നതോ അല്ലെങ്കിൽ വടകര SVT എന്നൊക്കെ ആവുന്നത്. അപ്പോൾ പലപ്പോഴും ഞാൻ വാങ്ങിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവർ ഓരോരോ മാസവും വ്യത്യസ്തമായ സംഖ്യകൾ, ചിലപ്പോൾ 10,000, 50,000, 1,00,000, അങ്ങനെ 98 മുതൽ 2003 വരെ അദ്ദേഹം അയച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഒരു ദിവസം ഞാൻ വൈകുന്നേരം ഇയാളിങ്ങനെ തെറ്റി ഭാര്യ അടുത്ത വീട്ടിലേക്ക് പോയപ്പോൾ മാറിയപ്പോൾ വൈകുന്നേരം 5 മണിക്കാണ് അയാൾ എന്നെ വിളിക്കുന്നത്. എനിക്ക് തീരെ സുഖമില്ല, ഒന്ന് പെട്ടെന്ന് വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞു. ഞാൻ വടകരയിൽ നിന്ന് 5 കിലോമീറ്റർ ഉണ്ട്. വടകരയിൽ നിന്ന് ഒരു ഓട്ടോ സ്പെഷ്യൽ വിളിച്ച് വീട്ടിൽ വന്ന്, അപ്പം അവിടെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ മകളും മകളെ ഭർത്താവും വീട്ടിലുണ്ട്. അവൻ്റെ അടുത്ത് വണ്ടിയുണ്ട്. ഞാൻ എന്നോട് പറഞ്ഞ് പെട്ടെന്ന് വണ്ടി ഇറക്കിയല്ലോ, ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ്. ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ വീട്ടിലേക്ക് കയറുമ്പോൾ നമ്മളവിടെ ഒരു ഡോളിഷ് ഉണ്ട്, ഒരു CPM ബ്രാഞ്ച് സെക്രട്ടറിയൊക്കെയാണ്, നല്ല പയ്യനാണ്, നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് ഇയാളെ സഹായിക്കുന്നതാണ്. ഒരു മാർഷ പാർട്ടി എന്നുള്ള രൂപത്തിൽ ഇയാളെ സഹായിക്കുന്നതിൽ നമ്മളെക്കാട്ടും കൂടുതൽ സഹായിച്ചൊരു ചെറിയവനാണ്. അപ്പോൾ അങ്ങനെ ഇയാളോട് ഞാൻ പറയാം, ഡോളിഷിനോട് ഞാൻ പറയാം, ഡോളിഷ് നമുക്ക് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു 3 പേര് കൂടി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. അപ്പോൾ ഈ മോനും കൂടി വന്നു ഡോക്ടറെ അടുത്ത്. അപ്പോൾ ഡോക്ടർ നോക്കുന്ന സമയത്ത് ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ, വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഞാൻ മോനുമായിട്ട് സംസാരിക്കുമ്പോൾ മോൻ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ചോദിച്ചു, എടാ നീയും നിൻ്റെ മാമനും കൂടി വിചാരിച്ചു ഈ പ്രശ്നം നിങ്ങൾക്ക് 1 മണിക്കൂർ നേരം നിങ്ങളൊരു മേശയ്ക്ക് ചുറ്റി ഇരുന്ന് കഴിഞ്ഞാൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന പ്രശ്നമേ ഉള്ളൂ, ഇത് നിങ്ങളൊന്ന് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ മോൻ എന്നോട് പറഞ്ഞു വെച്ചാൽ എനിക്ക് അമ്മേനെ എതിർക്കാൻ പറ്റില്ല, മാമനെ എതിർക്കാൻ പറ്റില്ല, അശമാശം ഒന്ന് വേഗം വരണം വീട്ടിൽ, എൻ്റെ മോനും വീട്ടിൽ നിന്ന് എന്തൊക്കെയോ കളിക്കുന്നു പറഞ്ഞു. ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ ഇവൻ ഒരു കത്തി എടുത്ത് വന്നിട്ട് അച്ഛൻ നിങ്ങൾ എന്നെ കൊല്ല് എന്ന് പറഞ്ഞിട്ട് ഇവരോട് കൊല്ലാനാണ് പറയുന്നത്. മകൻ പറയുന്നത് നിങ്ങൾ എന്നെ കത്തി കൊണ്ട് എന്നെ കുത്തിക്കുമെന്ന് പറഞ്ഞിട്ട് ഇവരോട് പറയാം. അപ്പം തന്നെ ഞാൻ ചെറിയവൻ്റെ കയ്യിൽ നിന്ന് കത്തിയൊക്കെ പിടിച്ച് വരി ചാടിയിട്ട് ഞാൻ പറഞ്ഞു പുറത്ത് പോയിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ പോകുന്ന പോക്കിൽ അവിടെ നല്ലൊരു ചൈനാക്കളയുടെ ഒരു പറപ്പോട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കൈ കൊണ്ട് അടിച്ചിട്ടൊക്കെ ഇവൻ പുറത്ത് പോകുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ എനിക്ക് ഇവൻ്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. കാരണം ഇവൻ വല്ലാണ്ട് വയലൻ്റ് ആകുന്നുണ്ട്, ഇവൻ ഇതൊന്നും അംഗീകരിക്കാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് ഒരു 20 വയസ്സുള്ള ഒരു കുട്ടിയാകുമ്പോൾ എൻ്റെ മകൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് ഇവൻ.